റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, ചേലക്കരയ്ക്കും പാലക്കാടിനും പുതിയ MLA-മാരായിരിക്കുന്നു. പുതിയ ഉപതെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട 2 പേർ അവർ MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്തു. പാലക്കാട് MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ഒപ്പം മുൻ MLA ചേലക്കര MLA കൂടിയായ UR പ്രദീപ് ഒരു വട്ടം കൂടി ചേലക്കരയിലൂടെ നിയമസഭാ സാമാജികനാകുന്നു. ആ ചടങ്ങാണ് അല്പസമയം മുമ്പ് നിയമസഭാ മന്ദിരത്തിൽ നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ മന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് നിയമസഭാ മന്ദിരത്തിൽ ഈ 2 പേർ നിയമസഭാ സാമാജികരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വലിയ ആൾക്കൂട്ടത്തിനിടയിൽ ഈ ഹോൾ നിറഞ്ഞ കവിഞ്ഞ പ്രവർത്തകരും ഒപ്പം ബന്ധുക്കളുടെ ഒക്കെ സാന്നിധ്യത്തിലാണ് 2 പേരും നിയമസഭാ സാമാജികരായി സത്യപ്രതിജ്ഞ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രവർത്തകരൊക്കെ ഒരു MLA-മാരും അവർക്കൊപ്പം അവരുടെ മണ്ഡലത്തിലെ പ്രവർത്തകർ ഇപ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം 2 നിയമസഭാ സാമാജികരും ഇപ്പോൾ അഭിനന്ദിക്കുന്നു. പൂച്ചെണ്ടുകൾ കൈമാറി അവർക്ക് ആശംസകൾ നേരുന്നതാണ് ഇപ്പോൾ ഈ വേദിയിൽ മന്ത്രിമാർ ഓരോരുത്തരായി ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ അടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 2 പേർക്കും നിയമസഭാ സാമാജികരായ രാഹുൽ മാങ്കൂട്ടത്തിൽ UR പ്രദീപ് 2 പേർക്കുമായി ഇപ്പോൾ പൂച്ചെണ്ടുകൾ കൈമാറി അവർക്ക് ആശംസകൾ അറിയിച്ച് ചടങ്ങ് ഏതാണ്ട് ഇപ്പോൾ അല്പസമയത്തേക്ക് ഇങ്ങനെ അവസാനിക്കും. ഏതായാലും 2 മണ്ഡലങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയായി. പിന്നാലെ തന്നെ 2 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട 2 പേരും സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രിയും സ്പീക്കറും അടക്കം ഇപ്പോൾ ഇറങ്ങുകയാണ്. ചടങ്ങ് പൂർത്തിയാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേരത്തെ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ആനയിച്ച് നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇന്നലെ തന്നെ UR പ്രദീപ് CPM സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി AK സെന്ററിൽ അടക്കം എത്തിച്ചേർന്ന് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയാണ് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിച്ചേർന്നത്. ഇപ്പോൾ വേദിയിൽ കാണുന്നത് MLA-മാരെ ചടങ്ങിലെത്തിയ ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഉൾപ്പെടെ അഭിനന്ദിക്കുക, അതാണ് അവരെ ആശംസകൾ നേരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വേദിയിൽ കാണാൻ കഴിയുക. നിയമസഭാ സെക്രട്ടറി ഉൾപ്പെടെ MLA-മാരും മന്ത്രി MB രാജേഷ് ഉൾപ്പെടെ വേദിയിലെത്തി 2 നിയമസഭാ സാമാജികരെയും അവർക്ക് ആശംസകൾ നേരുന്നു. MLA-മാർ നിരവധി MLA-മാരും ഒപ്പം രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാഗമായി 2 മണ്ഡലങ്ങളിലും ചേലക്കരയിലായാലും പാലക്കാട്ടായാലുമുള്ള LDF-ന്റെയും UDF-ന്റെയും പ്രധാന നേതാക്കളൊക്കെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ചേർന്നിട്ടുണ്ട്. ശരിയാ. UR പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അവർക്ക് സ്വീകരണം നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ എല്ലാവർക്കും ഹസ്തദാനം കൊടുക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ. റോഷിപാൽ, ഇനി എന്താണ് പരിപാടി? ചടങ്ങുകൾ പൂർത്തിയാക്കി സമയത്തിനകം പിരിയും. ഇനി രേഖയിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ അത് സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാകും. ഇരുവരും രേഖയിൽ ഒപ്പുവെച്ച് ചടങ്ങുകൾ ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തീകരിച്ചു. ഇപ്പോൾ അതിഥികൾ 2 സാമാജികരെയും അവർക്ക് ആശംസകൾ നേരുന്നതാണ്. ഇത് കഴിഞ്ഞാൽ ഈ പരിപാടികൾ പൂർത്തിയാകും. ഏതായാലും ഈ നിയമസഭയിൽ ഇപ്പോൾ നേരത്തെ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അന്നൊന്നും ഇതുപോലെ ഒരു രീതിയിലായിരുന്നില്ല സത്യപ്രതിജ്ഞ നടന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ചാണ്ടി ഉമ്മന് സഭാ സമ്മേളനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ലഭിച്ചു. പക്ഷെ ഉമാ തോമസ് സ്പീക്കറുടെ ചേംബറിൽ ആയിരുന്നു സത്യപ്രതിജ്ഞ. അത് ഇത്രത്തോളം പ്രവർത്തകരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നില്ല. പക്ഷെ ഇത് 2 പേരുള്ളത് കൊണ്ട് കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നിയമസഭ സംഘടിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ അതിഥികളൊക്കെ ഈ 2 പേരെയും നിയമസഭാ സാമാജികരായി തെരഞ്ഞെടുക്കപ്പെട്ട UR പ്രദീപിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും അഭിനന്ദിക്കുകയും അവർക്ക് ആശംസകൾ നേരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വേദിയിൽ കാണാൻ പറ്റുന്നത്. എത്തിയ നിരവധി പേരുണ്ട്, നേതാക്കളൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഓരോരുത്തരായി പോയി ഹസ്തദാനവും ആശ്ലേഷിച്ചും ഒക്കെ അവർക്ക് ആശംസകൾ നേരുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ ഉണ്ട്. ആ പ്രവർത്തകരൊക്കെ ചേർന്ന് ആനയിച്ചാണ് രാഹുലിനെ ഈ നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തിച്ചത്. VK ശ്രീകണ്ഠൻ ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായ VK ശ്രീകണ്ഠനും മുൻ MLA ആയ ഷാഫി പറമ്പിൽ MPയും ഈ ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. രാവിലെ AK ആന്റണിയൊക്കെ കണ്ട് KPC ആസ്ഥാനത്തേക്ക് പോയി സന്ദീപ് വാര്യർക്കൊപ്പമാണ് മറ്റു നേതാക്കൾക്കും ഒപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ മന്ദിരത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിയത്. UR പ്രദീപ് CPM സംസ്ഥാന സെക്രട്ടറി
വി ഗോവിന്ദൻ അടക്കമുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പം തൃശൂർ പാർട്ടി ജില്ലാ നേതാക്കൾക്കൊപ്പമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിച്ചേർന്നത്. റോഷിപാൽ തുടരൂ, നമുക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒന്നുകൂടി കാണാം. യു ആർ പ്രദീപ് എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. റോഷിപാൽ തുടരുന്നു. റോഷിപാൽ, സന്ദീപ് വാര്യർ അടക്കം മുൻനിരയിലുണ്ടല്ലോ. ഉണ്ട്. സന്ദീപ് വാര്യർ KPCC ആസ്ഥാനത്ത് രാവിലെ തന്നെ എത്തിയിരുന്നു. അതിന് ഇന്ന് കോൺഗ്രസിലേക്ക് എത്തിയതിനു ശേഷം KPCC ആസ്ഥാനത്ത് സന്ദീപ് വാര്യറും അവിടെ എത്തി രാഹുൽ മാങ്കൂട്ടത്തിലും ചേർന്ന് അവരെല്ലാവരും VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും PC ഉള്ള നേതാക്കൾ എല്ലാവരും ഒരുമിച്ചാണ് അവർ നേരെ പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തിച്ചേർന്ന് അവിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ സ്വീകരണം സ്വീകരിച്ച് ആനയിച്ച് സഭാമന്ദിരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി ഈ നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ഭാഗമായതിനു ശേഷം തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയോടെയാണ് അതിനുശേഷം ആദ്യമായി എത്തി BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് അടുത്ത് INTUC പ്രവർത്തകരുടെ സ്വീകരണമടക്കം സന്ദീപ് വാര്യർ ഏറ്റുവാങ്ങിയിരുന്നു. അതിനുശേഷമാണ് ഈ ചടങ്ങിന്റെ ഭാഗമാകാനായി ഈ നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തിച്ചേർന്നത്. ചടങ്ങുകൾ പൂർത്തീകരിച്ചു. ഇനി എല്ലാവരും അല്പസമയം തന്നെ തിരിയും. രാഹുൽ മാങ്കൂട്ടത്തിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ സ്വീകരണം ഒരുക്കുന്നുണ്ട്. തിരുവനന്തപുരം DCC നടത്തുന്ന സ്വീകരണമാണ്. സംസ്ഥാന നേതാക്കളടക്കം ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടുപേരും അവർ നിയമസഭാ സാമാജികരായി മാറിയിരിക്കുന്നു. അടുത്ത കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സഭാ സാമാജികരാകുന്നത് കുറച്ചുകൂടി വിപുലമായ ചടങ്ങിലേക്ക് മാറ്റിയെന്നതാണ് പ്രത്യേകത. സാധാരണ അത് സ്പീക്കറുടെ ചേംബറുകൾ. ഓക്കെ, സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായിരിക്കുകയാണ്. താങ്ക് യു റോഷി.